ഇടുക്കിയിൽ പരക്കെ ശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ലഭിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയമായി മഴ അല്പം മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഏത് സമയവും വീണ്ടും മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. പ്രധാനമായും കനത്ത മഴയിലും അതോടൊപ്പം തന്നെ കാറ്റിലുമാണ് ഇടുക്കി ജില്ലയിൽ കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയ പാതയിൽ പലയിടത്ത് മരം കടപുഴുകി വീഴുകയും മണ്ണിടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പലതവണ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാന പാതകളും റോഡുകളുമൊക്കെ ഇത്തരത്തിൽ മരം മറിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. 2 വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം മറിഞ്ഞു വീണിരുന്നു. ഒരു നെടുങ്കണ്ടത്തിന് സമീപം ഒരു വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ഒരു കാറിൻ്റെ മുകളിലേക്ക് മരം മറിഞ്ഞു വീണു. ഈ സമയം വാഹനം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അവരൊരു റിസോർട്ടിൽ താമസിക്കാൻ എത്തിയതാണ്. റിസോർട്ടിലേക്ക് കയറി ഉടനെ തന്നെയാണ് മരം മറിഞ്ഞ് കാറിൻ്റെ മുകളിലേക്ക് വീണത്. അതുകൊണ്ട് കാര്യമായി പരിക്കേൽക്കാതെ അവർ രക്ഷപ്പെട്ടു. അതോടൊപ്പം തന്നെ ലോ റേഞ്ചിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാഞ്ഞിരമറ്റം മേഖലയിൽ ഒരു ചെക്ക് ഡാമുണ്ട്. ആ ചെക്ക് ഡാമിൻ്റെ ഷട്ടറുകൾ എന്ന് പറഞ്ഞാൽ പലകയിട്ട് നിർമ്മിച്ച ഷട്ടറുകളാണ്. അത് തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാലവർഷം നേരത്തെയാണ് എത്തിയത്. ഇതിനെ തുടർന്ന് ഈ ചെക്ക് ഡാമിലെ ജലനിരപ്പ് ഉയരുകയും അതോടൊപ്പം തന്നെ അവിടെ ഒരു വലിയ മരം ഈ ചെക്ക് ഡാമിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് സമീപത്തുള്ള ഒരു വീട്ടിൽ വെള്ളം കയറി. ആ വീട്ടിലുണ്ടായിരുന്ന ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് മൂന്നാറിലാണ് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിരിക്കുന്നത്. അന്തോണിയാർ കോളനിയിലെ ഏതാണ്ട് 19 കുടുംബങ്ങളെ ആ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡാമുകളിലെ ജലനിരപ്പും ഉയരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം അനുസരിച്ച് പാംബ്ല ഡാമിൽ നിന്ന് 720 ക്യുമെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടുണ്ട്. 4 മണിയോടുകൂടി കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കും. കാരണം കല്ലാർകുട്ടി ഡാമിൽ നിന്ന് വെള്ളം കൂടുതലായി പാംബ്ലയിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് നീരൊഴുക്ക് വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രതീക്ഷ